Hi my viewers, I am Darshana and welcome back to my channel Darshana's Vlogs. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിൻക പ്ലാന്റിനെ കുറിച്ചാണ്. ഇതിന്റെ കെയറിങ്ങും ഇതിനെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് എന്നെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സാധാരണയായി നമ്മുടെ നാടുകളിലെല്ലാം തന്നെ കണ്ടുവരുന്ന ഒരു അതിമനോഹരമായി പൂക്കൾ നൽകുന്ന ഒരു ചെടിയാണ് ഈ ഒരു നിത്യകല്യാണി. ഇതിനെ പല പേരിലും അറിയപ്പെടാറുണ്ട്. നിത്യകല്യാണി, ഉഷമലരി, ശവന്നാറി എന്നീ പേരിലെല്ലാം അറിയപ്പെടുന്ന ഈ ഒരു ചെടി നഴ്സറികളിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. സാധാരണയായി നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഈ ഒരു ചെടി പ്രതിരോധശക്തി വളരെയധികം കൂടുതലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നശിച്ചു പോവില്ല. മഴക്കാലം വന്നാലും വേനൽക്കാലം വന്നാലും ഒരുപോലെ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു നിത്യകല്യാണി. സൂര്യപ്രകാശം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ വെയിലത്ത് നട്ടുകൊടുത്താലും ഈ ഒരു ചെടി ഈസിയായി തന്നെ പിടിച്ചു കിട്ടുന്നതായിരിക്കും. നനയ്ക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സമ്മർ സീസൺ ആയിക്കഴിഞ്ഞാൽ ദിവസവും നനച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. പൂക്കൾ നിറയെ നിൽക്കുന്ന ടൈമിൽ നമ്മൾ നന തെറ്റിയാൽ തന്നെ ചെടി വാടി തുടങ്ങും. ഫംഗൽ രോഗങ്ങൾ പിടിപെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു വിൻക പ്ലാന്റ്. കൂടുതലായും ഹൈബ്രിഡ് ഇനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെല്ലാം തന്നെ സാധാരണയായി കണ്ടുവരുന്നത് 2 കളേഴ്സുള്ള നിത്യകല്യാണിയാണ്. ഒന്ന് ഈ കളറായിട്ടുള്ള പിങ്കും അതുപോലെ തന്നെ വൈറ്റ് കളറുമാണ്. ഇത് രണ്ടും തന്നെ നന്നായി വലിയ പ്ലാന്റായി വളർന്നു വരുന്നതായിരിക്കും. പ്രതിരോധശക്തി ഉള്ളതിനാൽ ഇത് വെയിലത്ത് വെച്ചാലും കുഴപ്പമില്ല. മഴക്കാലം വന്നാലും കേടുപാടുകളില്ലാതെ തന്നെ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണ് സാധാരണയായി കാണപ്പെടുന്നത്. എന്നാൽ ഹൈബ്രിഡ് ഇനങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ മണ്ണിൽ നിന്നാണ് ഫംഗസ് രോഗങ്ങൾ പടർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെടി നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫംഗൽ രോഗങ്ങൾ ഉള്ള ഓരോ പ്ലാന്റിലും ചെറുതായി തണ്ടുകളിലോ എവിടെയെങ്കിലും ചെടികൾ കാണപ്പെടുകയാണെങ്കിൽ, ഉണങ്ങി തുടങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഹൈബ്രിഡായി വാങ്ങുന്ന ഇനങ്ങളെല്ലാം തന്നെ നമ്മൾ മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് മഴയില്ലാത്ത ഏരിയയിലോട്ട് മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല നിറങ്ങളിലും പല ഷേപ്പിലും കാണപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നഴ്സറികളിലെല്ലാം തന്നെ ഇപ്പോൾ പോട്ടുകളിലായും കവറുകളിലായും എല്ലാം തന്നെ ലഭ്യമാണ്. ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ വിരിയാൻ തുടങ്ങിയാൽ നിറയെ പൂക്കൾ തന്ന് നമ്മുടെ ഗാർഡൻ വളരെയധികം മനോഹരമാക്കുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും വളരെയധികം എളുപ്പമാണ്. ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് നമുക്ക് നട്ടുകൊടുത്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതിൻ്റെ വിത്ത് പാകിയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു പ്ലാന്റ് നിൽക്കുന്ന ഇടത്ത് തന്നെ വിത്തുകൾ വീണ് നിറയെ തൈകൾ നമുക്ക് ഉണ്ടായി കിട്ടുന്നതായിരിക്കും. അതല്ലാതെ നമ്മൾ വിത്തുകൾ പാകി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സായിട്ടുള്ള പ്ലാന്റ്സും നമുക്ക് ഉണ്ടായി കിട്ടാറുള്ളതാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പല കളേഴ്സിലുള്ള പ്ലാന്റ്സും ഇപ്പോൾ എല്ലാ നഴ്സറികളിലും അവൈലബിൾ ആണ്. കൂടുതലായും ഹൈബ്രിഡായി അധികം പൊക്കം വയ്ക്കാത്ത രീതിയിലുള്ള പ്ലാന്റ്സ് ആണ് നഴ്സറികളിൽ കിട്ടാറുള്ളത്. അതാവുമ്പോൾ ഒത്തിരി പൊക്കമൊന്നും വരാതെ തന്നെ തിക്കായി പരന്ന് വളർന്ന് കിട്ടുന്ന അങ്ങനത്തെ പ്ലാന്റ്സ് ആയിരിക്കും. അത് നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഈ ഒരു ചെടി നട്ടുകൊടുക്കാൻ വേണ്ടി ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് അതല്ലെങ്കിൽ കമ്പോസ്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നട്ടുകൊടുക്കാവുന്നതാണ്. ഈസിയായി വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ്. ഹൈബ്രിഡ് ഇനങ്ങൾ നനച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ഓവറായി വെള്ളം ചെന്നാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേരെല്ലാം ചീഞ്ഞ് ആ ഒരു പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ചെടിയുടെ തന്നെ വൈറ്റ് കളർ കൂടി ഞാനിപ്പോൾ നട്ടുകൊടുത്തിട്ടുണ്ട്. അതിൽ പൂക്കളൊന്നും വിരിയാത്തത് കൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു പ്ലാന്റിനെ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.